കിടു ഇപ്പോൾ നല്ല കളിയിലാണ് കേട്ടോ. അപ്പോൾ ഫുട്ബോൾ സീസൺ ആയതുകൊണ്ട് തന്നെ എപ്പോഴും ഫുട്ബോളായിട്ടുള്ള കളിയാണ് കേട്ടോ. അപ്പോൾ ആരെങ്കിലും അവന് ബോൾ ഇങ്ങനെ ഒരു കാലിൻ്റെ അവിടെ ഇട്ട് കൊടുക്കണം, അവൻ അങ്ങനെ കാലുകൊണ്ട് തട്ടോട്ടെ. ഇത് അവൻ്റെ മാമൻ്റെ പണിയാണ് ഈ ഒരു കളി പഠിപ്പിക്കല്. അപ്പോൾ തൊട്ട് തുടങ്ങിയതാണ്. നമ്മൾ ആരെങ്കിലും എറിയാനും ഇരിക്കണം, അവൻ അങ്ങനെ കാലുകൊണ്ട് തട്ടും ചെയ്യും. അപ്പോൾ ഒറ്റയ്ക്ക് നിൽക്കൽ തുടങ്ങാത്തതുകൊണ്ട് തന്നെ അവൻ എവിടെയെങ്കിലും പിടിച്ച് നിന്നിട്ടാട്ടെ അങ്ങനെ കാലുകൊണ്ട് തട്ടുള്ളൂ. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ അവൻ പിന്നെ അടുത്ത കളി കണ്ടുപിടിച്ചു. മുറ്റത്തേക്ക് ബോൾ എറിയാൻ ഞാൻ പോയി എടുത്തുകൊണ്ട് വരികട്ടെ. അങ്ങനെ കുറേ വട്ടം എടുത്തു കൊടുന്നു. പിന്നെ അവൻ തന്നെ ചെയ്യണം. അപ്പോൾ ഞാൻ എടുക്കില്ല പറഞ്ഞപ്പോൾ അവൻ കരയാണ് കേട്ടോ. അപ്പോൾ അവൻ്റെ മുഖം കാണുമ്പോൾ ചിരിയായിട്ട് വരുന്നത്. അവൻ തീരെ പെരുകെഴുതാറില്ല, അവനെ ഞാൻ എഴുതി കൊടുക്കാറില്ല കേട്ടോ. എനിക്ക് വലിയ ഇഷ്ടമല്ല അങ്ങനെ എഴുതുന്നത്. അപ്പോൾ അമ്മ പറഞ്ഞിട്ട് നിർബന്ധിച്ചപ്പോൾ ഞാൻ ജസ്റ്റ് എഴുതി കൊടുത്തതാണ്. അത് ആകെ പരത്തി വൃത്തിയോടാക്കിയിട്ടുണ്ട്. പിന്നെ ഒരു ഭംഗിയും തോന്നണില്ല കേട്ടേക്ക്. അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ജിത്തുട്ടൻ വന്നപ്പോൾ പിന്നെ അവർ രണ്ടുപേരും ഇരുന്ന് കളിക്കാൻ തുടങ്ങിയിട്ട് അവർ പിന്നെ രണ്ടാളിരുന്ന് കുറേ നേരം ഇരുന്ന് കളിച്ചോളൂ. അപ്പോഴാണ് കിടു ഈ കളിക്കുന്നതൊക്കെ ഒന്ന് എടുക്കുക തന്നെ ഉള്ളൂ. അങ്ങനെ മുറ്റത്തേക്ക് നോക്കി നോക്കുമ്പോൾ കുറേ ബട്ടർഫ്ലൈസ് പറക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഈ ചെടി കാണിച്ചിട്ട് വിചാരിച്ചു. അപ്പോൾ ഇതിന് ഞങ്ങളിവിടെ ബട്ടർഫ്ലൈ ചെടി എന്നിട്ട് പറയുക തന്നെയാണ് പറയുക, എനിക്കറിയില്ല, വേറെ എന്തെങ്കിലും പേരൊക്കെ ചിലപ്പോൾ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതുമ്പോൾ നിറയെ ബട്ടർഫ്ലൈസ് എപ്പോഴും ഉണ്ടാവും കേട്ടോ. നല്ല രസമാണ് കാണാൻ, ചുറ്റും പാറി കളിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ഇതിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ കുറേ എണ്ണം പാറിപ്പോയിട്ട് ബാക്കിയുള്ളതാണ് കേട്ടത്. അപ്പോൾ ഇവരെപ്പോഴും ഇത് ഈ ചെടിയുടെ ചുറ്റും ഉണ്ടാവും. അപ്പോൾ ജിത്തുട്ടനാണ് ചൈനക്ക് ഓടിക്കുകയെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പിന്നാലെ ഓടുകയാണ് കേട്ടോ. അപ്പോഴേക്കും ബാനു ക്ലാസ് കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം പിന്നെ ബാനുവിൻ്റെ അടുത്തേക്ക് ചാടിയിട്ടൊക്കെ ഇട് വേഗം. പിന്നെ അവരിങ്ങനെ കളിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ മെല്ലെ പോയിട്ട് ചെടിയുടെ ഇടയിൽ കൈ വെച്ചതാണ് കേട്ടോ, കയ്യിൽ ഇരിക്കുമോ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വന്നിട്ട് ഇരിക്കുന്നു, നമ്മുടെ മേത്തൊക്കെ വന്നിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കിടുവിന് ജിത്തുവിൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോന്ന് കാണിക്കുകയാണ്. അങ്ങനെ പിന്നെ അങ്ങോട്ട് പോകാനായിട്ട് ഉണ്ടായത്.